ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും പതിവ് പോലെ പൂക്കളിട്ടിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അപ്പോൾ അധികം പൂക്കളൊന്നും കിട്ടിയില്ല. ചെമ്പരത്തി, പിന്നെ ചെമ്പരത്തിയുടെ ഇല, അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ കിട്ടിയ പൂക്കൾ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കിയിട്ടാണ്. പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി വയ്ക്കാനായിട്ട് ഇരുമ്പുളി പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ പരിപ്പും ഇരുമ്പുളിയും കൂടി കുത്തി കാച്ചാന്നാണ് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പുളി പൊട്ടിക്കാൻ പോവാണെന്നാണ് കേട്ടോ. ഇരുമ്പുളി പൊട്ടിക്കാണ് അമ്മ. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ദേ അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ കോലുകൊണ്ട് വകഞ്ഞ് മാറ്റി നോക്കണതാണ്. അല്ലാണ്ട് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പൊട്ടിക്കണത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും കേട്ടോ. താഴെ നിന്ന് പൊട്ടിക്കാനായിട്ട് അങ്ങനെ എത്തില്ല. താഴെ നിന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഇരുമ്പുളിയും പരിപ്പും കൂടി നാളികേരം അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഉള്ളിമുളകും കുത്തി കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് രണ്ടും കൂടി ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുട്ട പൊരിച്ചതും പിന്നെ പരിപ്പും ഇരുമ്പുളിയും പിന്നെ പപ്പടം കാച്ച. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിന് അങ്ങനെ കറികളൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിൽ നിന്ന് അതൊക്കെ പൊട്ടിച്ചു കേട്ടോ. പുളിയൊക്കെ പൊട്ടിച്ച് അധികം പുളിയൊന്നും ഉണ്ടായില്ല. കുറച്ച് ദിവസമായി പുളി ഉണ്ടായി നിൽക്കണം. അപ്പോൾ നാളെ പൊട്ടിച്ച് മീനിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. അപ്പോഴേക്കും പിന്നെ ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ പുളിയൊന്നും ഉണ്ടായില്ല. കാരണം പുളിയൊക്കെ പഴുത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. പഴുത്ത് വീണ് താഴെ കേടായിട്ടൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അധികമൊന്നും ഉണ്ടായില്ല. ഉള്ളത് പൊട്ടിച്ച് താഴെ വന്നിട്ട് അത് പറക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇരുമ്പുളിയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഇനി കറി വെക്കാനായിട്ട് പോവാണ്. കറി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പുളി ഒക്കെ കഴുകി അരിഞ്ഞ് വെച്ചു. പിന്നെ മുട്ട സബോളയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് അങ്ങനെ പൊരിക്കാമെന്നാണ് വിചാരിക്കണേ. തക്കാളി ഇല്ല കേട്ടോ. അപ്പോൾ സവോള മാത്രം ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ആദ്യം തന്നെ മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പ് ഇരുമ്പുളിയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി കയറ്റി വെച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സബോള ഇട്ട് കുരുകുരുന്ന് അരിഞ്ഞ സബോള ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. ഒരു മുട്ട ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു സബോളയാണ് എടുത്തോളൂ. അപ്പോൾ അധികമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒരു സബോള എടുത്തോളൂ. അപ്പോൾ ആ സബോള കുരുകുരുന്ന് അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മൂക്കണയ്ക്ക് മുന്നും അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി അത് വാടി കഴിഞ്ഞപ്പോൾ അതൊന്ന് വഴഞ്ഞു വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മുട്ട ഒരെണ്ണം ഉണ്ടായുള്ളൂ കേട്ടോ. ആ ഉണ്ടായ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് കിട്ടണ്ട, ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ. അതാണ് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അതിൽ മുട്ട ഇരിക്കേണ്ട, ആകെ ഒരു മുട്ട ഇരിക്കണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഒരു മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മറ്റേ മസാലപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ. മസാലപ്പൊടി ഇട്ടിട്ട് ഇളക്കി വാങ്ങി വെച്ചു കേട്ടോ. അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇരുമ്പുളിയും പരിപ്പും കൂടി കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കയറ്റി വെച്ചു. അപ്പോൾ വെള്ളം കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പരിപ്പ് കഴുകിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോഴേക്കും പരിപ്പ് കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടു കേട്ടോ. പരിപ്പും ഇരുമ്പുളിയും കൂടി രണ്ടും കൂടി ഒരുമിച്ചിട്ടു. പരിപ്പ് ഒരു തിളച്ച് കഴിഞ്ഞാൽ വേവണ പരിപ്പാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടണ പരിപ്പാണ്. അപ്പോൾ ഇരുമ്പുളിയും പെട്ടെന്ന് വേവണത് തന്നെയാണല്ലോ. അപ്പോൾ ഇരുമ്പുളിക്ക് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം രണ്ടും കൂടി ഒരുമിച്ചിട്ടു കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പരിപ്പും ഇരുമ്പുളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിളച്ച് പോവാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുണ്ട് വെളിച്ചെണ്ണ കേട്ടോ, ഒരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കഴിഞ്ഞിട്ട് അതവിടെ വേവാനായിട്ട് വച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി എന്തായാലും ഇതിലേക്ക് ഉള്ളി കാച്ചണമല്ലോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് അത് ചതച്ചെടുത്തു കേട്ടോ. ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് വന്ന് വെന്തോ നോക്കിയപ്പോൾ അത് വെന്തട്ടൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ടു കേട്ടോ ഒന്നുകൂടി. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇളക്കി അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അടുപ്പ് മെഴുകി ചീഞ്ചട്ടി കയറ്റി വെച്ച് അതിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക്
മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടതാണല്ലോ, അത് കാരണം മഞ്ഞൾപ്പൊടി ഇട്ടില്ല. മുളക് പൊടി ഇട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചേക്കണ പരിപ്പും ഇരുമ്പും പുളിയും കൂടി ഒഴിച്ച് അത് തിളച്ച് കുറുതായി വന്നപ്പോൾ അത് വാങ്ങി മാറ്റി വെച്ചു കേട്ടോ. അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ തന്നെ പപ്പടം കാച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പപ്പടം കാച്ചെടുത്തു. ആ അടുപ്പിലെ കനലിൽ തന്നെ ഒരു 3-4 പപ്പടം ചുട്ടു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആകമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് കഴിഞ്ഞ് അമ്മ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വിരിച്ചിടാണ് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ പിന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയ്ക്ക് ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കി, സാമ്പാർ കൂട്ടി ദോശയും സാമ്പാറും കൂടി അങ്ങനെ രാവിലെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ കറി വയ്ക്കുന്ന പരിപാടിയിലേക്കൊക്കെ ഇറങ്ങിയത്. ഇന്ന് കുറച്ചധികം അലക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒന്നും അങ്ങനെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സുകൾ. അപ്പോൾ അത് കാരണം ഇന്നലത്തെ ഒക്കെ കൂടിയിട്ട് ഇന്ന് കുറച്ചധികം അലക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഒരാൾ അലക്കുമ്പോൾ വേറൊരാൾ അത് ഊരിപ്പിഴിഞ്ഞ് തോരയിടാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ അലക്ക് വേഗം തീരും. പ്രത്യേകിച്ച് ഇത്രയും കുറച്ചധികം തുണികളൊക്കെ അലക്കാനുണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒരാൾ മാത്രം നിന്ന് അലക്കുമ്പോൾ ആ അലക്കണ ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പണികൾ അലക്കി വേഗം കഴിയുകയും ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ അലക്കിയിട്ടത് വേറെ അലക്കിയിട്ട പുതപ്പൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ അത് എടുത്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അലക്കിയൊക്കെ കഴിഞ്ഞ് എല്ലാം വിരിച്ചിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് കാക്ക വന്നു. അപ്പോൾ കാക്ക വന്നിട്ട് അലക്കി ഡ്രസ്സുമോ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുന്നപ്പോൾ ഓടിച്ചതാണ്. അപ്പോൾ അലക്കിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചായ വയ്ക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ വെച്ച് വാങ്ങി ചായ മേശമ കൊണ്ടുവയ്ക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് മേശമ വെച്ച് കഴിഞ്ഞ് വന്ന് ആ അടുപ്പുമ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ചായക്ക് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ദോശച്ചട്ടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലാണ് ദോശമാവ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മേശമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു കൊണ്ടുവന്നിട്ട് ചൂടായോ നോക്കിയതാണ് കേട്ടോ. അതിനിടയ്ക്ക് ദോശക്കല്ല്. അപ്പോൾ ദോശക്കല്ല് ചൂടായപ്പോൾ അതിലേക്ക് ദോശമാവ് ഒഴിച്ച് അപ്പോൾ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പെടുന്ന പാടാണ് ആ കാണുന്നത് കേട്ടോ. ഒട്ടിപ്പിടിച്ചു, ഒരു സൈഡ് ഒട്ടിപ്പിടിച്ചു. ഇന്നലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല അതുമേ ഉണ്ടാക്കിയപ്പോൾ. പക്ഷെ ഇന്ന് എന്തോ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ഒട്ടിപ്പിടിച്ചപ്പോൾ എടുക്കാനായിട്ട് ഭയങ്കര പാടുപെട്ടു. അതിനിടയ്ക്ക് ആ ദോശക്കല്ലൊക്കെ അങ്ങോട്ട് നീങ്ങി പോകണുണ്ടായിരുന്നു. അപ്പോൾ അതും ശരിക്കും വെച്ചു. അപ്പോൾ അങ്ങനെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുത്തു കേട്ടോ. 5 ദോശയ്ക്കുള്ളതാ ഉണ്ടായുള്ളൂ കേട്ടോ. ഇന്നലെ തൊട്ട് ഉണ്ടാക്കണതല്ലേ, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന്ന് ബാക്കി ഉണ്ടായ ദോശമാവാണ് കേട്ടോ ഇത്. പിന്നെ ഇന്ന് രാവിലെയും ദോശ ഉണ്ടാക്കി. ദോശയ്ക്ക് അരച്ചപ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വെച്ചു കേട്ടോ. പിന്നെ എന്നും അരിയും ഉഴുന്നിട്ടിട്ട് അരയ്ക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചുകൂടി ദോശമാവ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശ ഉണ്ടാക്കി, ദോശ കൂട്ടി ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇത് 3 ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ.